നോമ്പ് ചിന്ത 31-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ VP ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. വലതുഭാഗത്ത് ഇരിക്കുന്നവർ. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. സങ്കീർത്തനം 110:1. നോമ്പുകാലം നമ്മുടെ എല്ലാ ശത്രുക്കളെയും നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതുവരെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മങ്ങളിലും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഒരു കാലമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1:13 കർത്താവിൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ മരുഭൂമിയിലെ വന്യമൃഗങ്ങളുടെ കൂടെ ആയിരുന്നു എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അധമവാസനകളെയും മനുഷ്യത്വരഹിത പെരുമാറ്റങ്ങളെയും അതിന് പ്രേരിപ്പിക്കുന്ന സ്വഭാവ ദുർഗുണങ്ങളെയും നിയന്ത്രണ വിധേയമാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാകാം ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്നു സങ്കീർത്തന വചനം വിവക്ഷിക്കുന്നത്. ആ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ നോമ്പുകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വചനം കുറച്ചുകൂടി അർത്ഥപൂർണമാണ്. കർത്താവിൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് പറയുമ്പോൾ ആ വലതുഭാഗത്തിരിക്കാനുള്ള യോഗ്യത, അതിൻ്റെ അച്ചടക്കവും ആശയടക്കങ്ങളും ആത്മീയ ചൈതന്യവും ഒരു വ്യക്തി ആർജിക്കുന്നത് കൂടി ഇവിടെ വിവക്ഷിക്കുന്നുണ്ട്. ഈ വിഷയം തന്നെ മറ്റൊരു തരത്തിൽ പറയാം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെയും രോഗങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും ഇടം കിട്ടാത്തതിൻ്റെയും മറ്റു തരത്തിലുള്ള ഞെരുക്കങ്ങളുടെയും ഒക്കെ ശത്രുക്കളെ ദൈവം നമ്മുടെ കാൽച്ചുവട്ടിലെത്തിക്കും. പക്ഷേ അതിനുള്ള മാർഗം ആ കാലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുക എന്നതാണ്. ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉള്ളവർക്കാണ് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുവാൻ യോഗ്യതയുള്ളത്. അപ്പോൾ വലതുഭാഗത്തിരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ കയറി അവിടേക്കിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. വലതുഭാഗത്തിരിക്കുവാനുള്ള യോഗ്യത നേടുന്നത് തിരുവചനം അനുസരിച്ച് കൂടിയാണ്. ഗലാത്യ 5:22. അതിനെതിരായിട്ടുള്ള മദ്യപാനം, മധുരോത്സവം, അവയ്ക്ക് സമാനമായ മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളും ആശയടക്കങ്ങളിലൂടെയും ആത്മശക്തീകരണത്തിലൂടെയും മനുഷ്യൻ തരണം ചെയ്യേണ്ട കാലം കൂടിയാണിത്. ഗലാത്യ 5:19. നമ്മുടെ തിന്മകളെ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. അതിന് സഹായിക്കുന്നതാണ് നോമ്പുകാലം എന്നുകൂടി ഈ വചനത്തിന് അർത്ഥമുണ്ട്.